CPM-നുള്ളിൽ പതിവില്ലാത്ത രീതിയിൽ വലിയ അസ്വാരസ്യങ്ങളാണ് ഉണ്ടാകുന്നത്. അത് ഒരു ജില്ലയിൽ മാത്രമല്ല, പല ജില്ലകളിലുണ്ടായി. CPM വിമതരുടെ കൂട്ടായ്മ വരെ നടക്കുന്നു. ചില ആളുകൾ, അതായത് എത്രയോ കാലം CPM-ന്റെ ഉന്നത നേതൃത്വത്തിൽ ഇരുന്നവർ പുറത്തേക്ക് പോകാൻ പോകുന്നു. എന്താണ് പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഇടതുമുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം കിട്ടിയപ്പോൾ ഈ എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ പിണറായിക്കിട്ട് പണിയ എന്നാണ് ഉന്നത പാർട്ടി വൃത്തങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന വർത്തമാനം. ഒരു കാരണവശാലും പിണറായി വിജയൻ ജയിച്ച് മൂന്നാമത്തെ ഊഴത്തിൽ മുഖ്യമന്ത്രി ആകരുത് എന്ന് പാർട്ടിക്കകത്ത് എം വി ഗോവിന്ദനും തോമസ് ഐസക്കും MA ബേബിയും ഒക്കെ ഉൾപ്പെടുന്ന കുറുമുന്നണിക്ക് വലിയ താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്നുവെച്ചാൽ പിണറായി വിരുദ്ധ ചേരി കൂടുതൽ ശക്തമാകുന്നു അർത്ഥം. അതെ, അത് ആ കണ്ണൂരിലെ സ്ഥാനാർത്ഥികളെ ശരിക്കും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ തന്നെ പിണറായി വിജയനിട്ട് പണിതിരിക്കുകയാണെന്ന് വ്യക്തമാവും. അത്തരം സ്ഥാനാർത്ഥികളാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോവിന്ദന് മുഖ്യമന്ത്രിയാകണമെന്ന് താല്പര്യം ഉണ്ടാവുമല്ലോ, പാർട്ടി സെക്രട്ടറി അല്ലേ, സ്വാഭാവികമല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും പേര് വരുന്ന ഒരാളാരാണ്? KK ശൈലജയാണ്. അതെ. അപ്പൊ KK ശൈലജയെ ഒതുക്കി. ആദ്യം KK ശൈലജയെ വെട്ടി. KK ശൈലജയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തതേ ഇല്ല. പിന്നെ KK ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു വരണമല്ലോ. അവിടെ ഉണ്ടല്ലോ ഗോവിന്ദൻ അപ്പുറത്തും ഉണ്ടല്ലോ, കേന്ദ്രത്തിലും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പേരാവൂരിൽ വേണമെങ്കിൽ മുമ്പ് ജയിച്ചിട്ടും തോറ്റിട്ടും ഒക്കെയുള്ള സ്ഥലമല്ലേ. അപ്പൊ വേണമെങ്കിൽ അവിടെ പോയി നിവൃത്തികേട് കൊണ്ട് ഗതികേട് കൊണ്ട് പേരാവൂരിൽ പോയി. കാരണം ഉറപ്പുള്ള സീറ്റല്ല അത്. ഉറപ്പുള്ള സീറ്റ് ഭാര്യയ്ക്ക് കൊടുത്തു, ശ്യാമളയ്ക്ക് കൊടുത്തു, തളിപ്പറമ്പ്. അപ്പൊ ഇനി തളിപ്പറമ്പിൽ UDF വേണമെങ്കിൽ മറ്റേ ആന്തൂർ സാജനില്ലേ, സാജന്റെ ഭാര്യയോ മറ്റോ കൊണ്ടുപോയി ശ്യാമളക്കെതിരെ നിർത്തണം അല്ലേ? നല്ല നിർദ്ദേശമല്ലേ? അപ്പൊ ഇങ്ങനെ ശ്യാമളയെ മന്ത്രിയാക്കുക, ഗോവിന്ദൻ സെക്രട്ടറി ആയിട്ട് തുടരുക. നല്ല ഒന്നാം തരം ആശയമാണ് അത്. അപ്പൊ പയ്യന്നൂരിൽ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ മധുസൂദനെ അവിടെ തന്നെ മത്സരിപ്പിക്കുന്നു. VK സനോജിന് ഉറപ്പുള്ള സീറ്റിൽ DYFയുടെ നേതാവിനെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. അപ്പൊ പ്ലാനിങ് ഒക്കെ വളരെ കൃത്യം. പ്ലാനിങ് അവിടെ തീർന്നില്ലല്ലോ. P ശശിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലല്ലോ, വെട്ടി ഒതുക്കി. P ശശിയല്ലേ ശരിക്കും പിണറായി വിജയന്റെ അടുത്ത ആള്. അപ്പൊ ശശി ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ശശി മന്ത്രിയാവില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ കണ്ണൂരിൽ അധികാരം അവിടെ കേന്ദ്രീകരിക്കും. അതെ. അപ്പൊ ഈ കണ്ണൂരിൽ നടന്നിരിക്കുന്നതും വെട്ടി നിരത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് ഗോവിന്ദൻ അവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ മധുസൂദനെ നിർത്തുന്നു ഇല്ലേ? ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വീട്ടിന് വേണ്ടത്. ശ്യാമള നേരത്തെയും ഒക്കെ പാർട്ടിയില് ഉണ്ടെന്നല്ലേ ഗോവിന്ദൻ അതിന് ന്യായമായിട്ട് പറഞ്ഞത്. ഗോവിന്ദന് മുമ്പേ ശ്യാമള പാർട്ടിയിൽ. ഇപ്പൊ ആലപ്പുഴയിൽ ജി സുധാകരൻ പിണറായി വിജയനുമായിട്ട് അതിന്റെ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം മുതൽ തന്നെ നല്ല ബന്ധമുള്ളതാണ്. സുധാകരനെതിരെ അങ്ങനെ വലിയ അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് സുധാകരന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി പുറത്തേക്ക് പോകുന്നതിന് സമാനമായ സാഹചര്യം ആലപ്പുഴയിൽ മൊത്തത്തിൽ പാർട്ടി തോൽക്കണം എന്നാണല്ലോ ആ സുധാകരനെ അങ്ങനെ പ്രകോപിച്ചതിൽ കൂടെ പുച്ഛിച്ച് പ്രകോപിച്ചതിൽ കൂടി സംഭവിച്ചിരിക്കുന്നത്. മാത്രല്ല സുധാകരനും ഐസക്കും തമ്മിൽ അടുത്ത കാലത്ത് നല്ല അടുപ്പമുണ്ടെന്നാണ് സഖാക്കൾ പറയുന്നത്. അപ്പോ സഖാവ് കലാപം നടത്തിക്കോ, ഞാൻ കൂടെ ഉണ്ട് കേട്ടോ എന്ന്. കാരണം ഐസക്കിനെയും കുറെ കാലമായിട്ട് ഒതുക്കി വരികയാണല്ലോ. അപ്പൊ ആ കുറുമുന്നണിയുടെ ഉള്ളിലേക്ക് സുധാകരനും കൂടി വന്ന് ചേർന്നിരിക്കുന്നു. ഇന്നിപ്പോ സുധാകരന്റെ വീട്ടിൽ CS സുജാത ചെന്നില്ലേ? സുജാതയ്ക്ക് ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? സുജാതയ്ക്ക് ഇതുവരെ സീറ്റ് കൊടുക്കുമെന്ന് ഉറപ്പായിട്ടില്ല. എങ്കിലും മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ ഒരു സന്ദർശനത്തിലൂടെ വ്യക്തമായി. അത് മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്ന മറ്റ് ജില്ലകളിലൊക്കെ തന്നെ പിണറായി വിജയനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഒരു സപ്പോർട്ടല്ല ഗോവിന്ദൻ നൽകുന്നത്. ഗോവിന്ദൻ്റെ ചില കൃത്യമായ ഉദ്ദേശങ്ങൾ, ചില പരിഹാസങ്ങൾ. ഇപ്പോൾ ഒരു നല്ല CPM സംസ്ഥാന സെക്രട്ടറി എന്ന് നമ്മൾ ഒരിക്കലും ഗോവിന്ദനെ പറയുന്നില്ല. ഒരു വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറയുന്നില്ല. ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രംപിന്റെ മലയാളം പതിപ്പാണ് ഈ. അതായത് ഈ മൂന്നാമത്
കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ അസറ്റ്സ് മുഴുവൻ ഇപ്പൊ ട്രംപിന്റെ കാര്യം പറഞ്ഞ പോലെയാ പിണറായി വിജയന്റെ കയ്യിൽ ഒതുങ്ങും. പാർട്ടി മൊത്തത്തിൽ അത് ദേശീയ തലത്തിൽ തന്നെ പാർട്ടി പിണറായി വിജയന്റെ കയ്യിൽ വരും. പിന്നെ മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവും. അദ്ദേഹത്തിന്റെ ആളുകളൊക്കെ അധികാര സ്ഥാനത്തൊക്കെ വരും. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിന് ശേഷമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അധികാരത്തിൽ നമ്മൾ വരേണ്ടതില്ല. അത് കഴിഞ്ഞ് ഗോവിന്ദൻ്റെതായ ഒരു പാർട്ടിയെ ഉണ്ടാക്കി എടുത്തിട്ട് അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇനിയും അംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ള പഴഞ്ചൊല്ല് വെച്ച് അങ്ങോട്ട് മുന്നേറാം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് ഈ കുറുമുന്നണിയുടെ എന്നാണ് സഖാക്കൾ പറയുന്നത്. പക്ഷെ പിണറായി വിജയൻ കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ് എം വി ഗോവിന്ദൻ പിന്തുടരുന്നതെന്ന് പറയാൻ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം വി എസ് അച്യുതാനന്ദൻ നേതൃത്വത്തിൽ മാതൃകയാണ്. അങ്ങനെയല്ല, വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ നിന്നതിന് ശേഷം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വീണ്ടും ഇടതുമുന്നണി ഒരിക്കൽ കൂടി ഭരണത്തിലെത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. ഒരിക്കൽ കൂടി ഇടത് സർക്കാർ വരേണ്ടിയിരുന്നില്ല. അങ്ങനെ വളരെ ചെറിയ സീറ്റുകളുടെ വ്യത്യാസത്തിലല്ലേ പിന്നീട് ഉമ്മൻചാണ്ടി വന്നത്. അതിന് സമാനമായിട്ടുള്ള ഓപ്പറേഷൻ. ഇത് എന്നോടൊരു സഖാവ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് സഖാവിനോ ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മുടെ മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ ജയിക്കുകയും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും എന്നുള്ളൊരു സാധ്യത വന്നപ്പോൾ എന്തു ചെയ്യണം? മാരാരിക്കുളത്ത് അച്യുതാനന്ദനെ തോൽപ്പിക്കുക. തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി EMS അന്ന് എന്ത് ചെയ്തു? ഈഴവരെ പിണക്കാനായിട്ട് കുമാരനാശാൻ ജോർജ് ആറാമന്റെ പട്ടും മുളയും വാങ്ങി എന്നൊരു സാധനം കൊണ്ടുവന്നു. അന്ന് കുമാരനാശാൻ പട്ടും വളയും ജോർജ് ആറാമന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് കുമാരനാശാനെ അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. സാഹിത്യ രംഗത്ത് അന്ന് അങ്ങനെ ഒരു വിവാദം ഇല്ല. കുമാരനാശാനെ പറ്റി ആരും സംസാരിക്കുന്നില്ല. അപ്പൊ കുമാരനാശാനെതിരെ EMS ലേഖനം എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞാല് പാർട്ടിക്ക് ഈഴവരെതിരാവുകയും പാർട്ടിക്കെതിരെ കുത്തുകയും ചെയ്യും. അങ്ങനെ ഇയാൾ തോറ്റോളും. മറ്റേ അച്യുതാനന്ദൻ. അപ്പൊ ഈ പളനിയെ രംഗത്തിറക്കിയത് EMS തന്നെ. ഇങ്ങനെ അത് CIT ഗ്രൂപ്പ് രംഗത്തിറക്കിയതാണല്ലോ. അപ്പൊ അതുപോലെ ആലപ്പുഴ പാർട്ടിയെ മൊത്തം ഇത്തവണ പിണക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണം മറ്റേ ആലപ്പുഴയിൽ കിട്ടും. മൊത്തത്തിൽ സ്ഥാനാർത്ഥികൾ കായംകുളത്തും അമ്പലപ്പുഴയിലും ഒക്കെ അരൂരും ഒക്കെ സ്ഥാനാർത്ഥികൾ വലിയ മെച്ചമൊന്നും ഉള്ളതല്ലോ. നാസർ നിൽക്കുന്നില്ലല്ലോ, പ്രതിഭ തന്നെ വരുന്നു എന്നല്ലേ. അപ്പോ അങ്ങനെ ഒരു പ്ലാനിങ് ആണ് നടക്കുന്നത്. അതുപോലെ കണ്ണൂരിലും വലിയ അസ്വസ്ഥതകളല്ലേ. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ സ്ഥാനാർത്ഥിയാകാം. പാലക്കാട് ഇല്ലേ, ഒറ്റപ്പാലത്ത് PK ശശി സ്ഥാനാർത്ഥിയാകാം. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും ഈ പോയി സംസാരിച്ച് ഇവരെയൊക്കെ ശാന്തരാക്കുകയാണല്ലോ ഗോവിന്ദൻ വേണ്ടത്. അങ്ങനെയല്ല, ഇതൊക്കെ ഇങ്ങനെ നടന്നോട്ടെ എന്നുള്ളതാണ് ഗോവിന്ദന്റെ കുറുമുന്നണിയുടെയും താല്പര്യം. CPM ദേശീയ സെക്രട്ടറി എം എ ബേബി ഇത്തരം കാര്യങ്ങളൊന്നും ഒരു അഭിപ്രായം പറഞ്ഞില്ല. എം എ ബേബിക്ക് ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഒരു പവർ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. എം എ ബേബിയും ഈ പറയുന്ന പിണറായി വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരണ്ട എന്ന് ചിന്തിക്കുന്ന ആളായിക്കൂടെ? ഈ കുറുമുന്നണിയുടെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നേരത്തെ തന്നെ ഈ കുറുമുന്നണി ഐസക്കും രാമേന്ദ്രൻ പിള്ള എം എ ബേബിയൊക്കെ ആയിട്ടൊരു കുറുമുന്നണി ഉണ്ടായിരുന്നതാണ്. ആ കുറുമുന്നണിയുടെ ഭാഗമായിരുന്നു ശൈലജയും. നമ്മൾ ഈ പറയുന്ന കുറുമുന്നണിയില് ശൈലജ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ശൈലജ ഇല്ല, കാരണം ഗോവിന്ദന് താല്പര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആകെ ഇപ്പോ സലാം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പാർട്ടിയുടെ സ്വത്താണ്, മഹാനായ നേതാവാണ് സുധാകരൻ എന്ന് ഇന്നലെ സലാം പറഞ്ഞു. സലാമിനും തോറ്റു എന്നുള്ള പേടി വന്നു. കാരണം സലാമിനെതിരെ പോയല്ലേ സുധാകരൻ നിൽക്കുന്നത്. BJPയുടെ വോട്ടുമൊക്കെ കിട്ടും. അപ്പൊ ബേബി സുധാകരന്റെ വീട്ടിൽ അടുത്ത കാലത്ത് പോയിരുന്നല്ലോ. അപ്പൊ ബേബി സാധാരണഗതിയിൽ എന്തായിരിക്കും സുധാകരനെ ഉപദേശിച്ചിരിക്കുക? സഖാവ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ അമ്പലപ്പുഴയിൽ നിൽക്കണം കേട്ടോ എന്ന് പറയാനായിരിക്കില്ലേ വോട്ടുണ്ടാവുന്നത്. സഖാവ് കലാപം നടത്തണം കേട്ടോ, എൻ്റെ
അകമഴിഞ്ഞ പിന്തുണ സഖാവിന് ഉണ്ടാവും എന്നല്ലേ ബേബി പറഞ്ഞിട്ടുണ്ടാവുക. ബേബി അവിടെ മുമ്പ് വിഭാഗീയത കൊടികുത്തി വാഴുമ്പോ അവിടെ അഡ്വോക്ക് സെക്രട്ടറി ആയിരുന്നില്ലേ, താൽക്കാലിക സെക്രട്ടറി ഒക്കെ ആയിരുന്നില്ലേ, അന്നല്ലേ പി കൃഷ്ണപിള്ള മന്ദിരമൊക്കെ പണിയുന്നത്. അതെ അതെ. ഈ അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന എം എം മണിക്ക് സീറ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ എം മണി പറയുന്നത് എന്താ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം ഒന്ന് പറയുന്നു. ഇനി പാലക്കാട്ട് ശശിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദ കൺവെൻഷൻ നടത്തുന്നു. എല്ലായ്പ്പോഴും അഭിപ്രായം പറഞ്ഞുകൊണ്ടുവരുന്ന AK ബാലനെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ AK ബാലനെ നിശബ്ദനാക്കിയത് ആരാ? AK ബാലൻ എപ്പോഴും പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോവിന്ദന്റെ ഇടപെടൽ AK ബാലന്റെ കാര്യത്തിലുണ്ടായി. അപ്പോൾ എവിടേക്കോ പിണറായിക്ക് പാർട്ടിയുടെ അഭിപ്രായം അല്ല ബാലൻ പറയുന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞല്ലോ. അതെ, അതുകൊണ്ട് ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ. അത് എപ്പോഴും പിണറായിയുടെ മെഗാഫോൺ ആയിട്ടാണ് ബാലൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ട് ബാലനിന് മിണ്ടണ്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടാവും. അതെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പിണറായിയുടെ കൂടെ നിൽക്കുന്നവർ ഒരു കാലത്ത് പിണറായി എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് അതാണല്ലോ ഗോവിന്ദൻ പണ്ട് പഠിച്ചിരുന്നത്. അതെ, അതാണ്. അപ്പൊ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കാലേ കൂട്ടി ഒരു വെട്ടിനിരുത്തൽ നടക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.